കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നാം വായനയ്ക്കും ചിന്തയ്ക്കുമായി എടുക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ്. മത്തായി 17-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് കാണുന്നതുവരെ ശിഷ്യന്മാരിൽ ചിലർ മരണം കാണുകയില്ല എന്ന് 6 ദിവസം മുൻപ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ പ്രവചനം യേശു കർത്താവ് നിറവേറ്റുന്നതും തന്റെ 3 ശിഷ്യന്മാരെ ഒരു ഉയർന്ന മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുമ്പാകെ അതിമഹത്തായ തേജസ്സോടെ രൂപാന്തരപ്പെടുന്നതും നാം വായിക്കുന്നു. മത്തായി 16-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ യേശു കർത്താവ് മശിഹ അഥവാ ക്രിസ്തു എന്ന തന്റെ വ്യക്തിത്വവും ദൗത്യവും ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തുകയും അവരിൽ ചിലർ മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് കാണുമെന്ന് പ്രവചിക്കുകയും ചെയ്തതിന് 6 ദിവസത്തിന് ശേഷം ശിഷ്യന്മാരായ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി ഒരു ഉയർന്ന മലയിലേക്ക് പോയി എന്ന് മത്തായി 17-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. മത്തായി 16-ാം അധ്യായം 28-ൽ മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിൽ ഉണ്ട് എന്ന് കർത്താവ് പറഞ്ഞത് രൂപാന്തരീകരണത്തെ ആണ് എന്ന് അനേക ദൈവശാസ്ത്രജ്ഞന്മാർ കരുതാൻ കാരണം രാജ്യം എന്ന് വിവർത്തനം ചെയ്തിരിക്കുന്ന ഗ്രീക്ക് പദത്തെ രാജകീയ മഹത്വം എന്ന് വിവർത്തനം ചെയ്യാം എന്നതിനാലും ഈ വാഗ്ദാനം ചെയ്തത് ദിവസങ്ങൾക്കുള്ളിൽ കർത്താവ് രൂപാന്തരം ചെയ്യുന്നു എന്നതിനാലുമാണ്. കർത്താവിന്റെ രൂപാന്തരീകരണത്തിൽ തന്റെ 3 ശിഷ്യന്മാർ ക്രിസ്തുവിനെ താൻ യഥാർത്ഥത്തിൽ ആയിരിക്കുന്നത് പോലെ സ്വർഗീയ മഹത്വത്തിൽ ദർശിച്ചു എന്ന് നാം വായിക്കുന്നു. മത്തായി 17-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്ന രൂപാന്തരീകരണ സംഭവത്തെ പറ്റി മർക്കോസിന്റെ സുവിശേഷം 9-ന്റെ 2-ാം വാക്യത്തിലും ലൂക്കോസ് 9-ന്റെ 28-ാം വാക്യത്തിലും പ്രതിപാദിക്കുമ്പോൾ 3 സുവിശേഷകന്മാരും പറയുന്നത് അവർ ഒരു മലയിലായിരുന്നു എന്നാണ്. ഫിലിപ്പി കൈസരിയ പ്രദേശത്തുള്ള ഈ ഉയർന്ന പർവ്വതം നഗരത്തിന്റെ വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഹെർമോൻ പർവ്വതമാണ് എന്ന് കരുതപ്പെടുന്നു. എന്നാൽ മറ്റു ചിലർ ഗലീല കടലിന് തെക്ക് കിഴക്കായി നസ്രത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന താബോർ പർവ്വതമായിരുന്നു എന്നും കരുതുന്നു. ക്രിസ്തുയേശുവും 3 ശിഷ്യന്മാരും പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ് ആ മലമുകളിലേക്ക് പോയതെന്നാണ് ലൂക്കോസ് 9-ാം അധ്യായം 28-ാം വാക്യം കൂടെ ചേർത്ത് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനാവും. 2-ാം വാക്യത്തിൽ യേശു കർത്താവ് മലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു എന്ന് നാം വായിക്കുന്നു. കർത്താവിന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു എന്ന് അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു എന്നും ഈ വാക്യത്തിൽ നാം വായിക്കുന്നു. യേശു കർത്താവ് തന്റെ മനുഷ്യാവതാരത്തിന്റെ സമയത്ത് ദൈവത്തോടുള്ള സമത്വത്തിൽ നിന്ന് ദൈവത്വം ഒഴികെ എല്ലാ മഹിമകളും തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി ജഡത്തിൽ അവതരിച്ചവനാണ്. മറുരൂപം ആയ നേരത്ത് കർത്താവ് യഥാർത്ഥത്തിൽ ദൈവതേജസ് പ്രതിഫലിപ്പിക്കുകയല്ല, മറിച്ച് തന്റെ യഥാർത്ഥ സത്തയായ ദൈവത്തിന്റെ ദിവ്യ മഹത്വവും ദൈവ തേജസ്സും ദൃശ്യമായ അതിശയ ശക്തിയുള്ള പ്രകാശമായി തന്റെ ശരീരത്തിലൂടെ പ്രദർശിപ്പിച്ചു എന്ന് മനസ്സിലാക്കാം. പഴയ നിയമത്തിലെ പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 29 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ സമാനമായ ഒരു പ്രതിഭാസം സംഭവിച്ചു എന്ന് നാം കാണുന്നു. ദൈവസാന്നിധ്യം ദർശിച്ച ശേഷം മോശ സീനായി പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ മുഖത്തിന്റെ ത്വക്ക് പ്രകാശിച്ചു എന്നും മോശയുടെ മുഖ തേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവന്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ് ഉള്ളതായിരുന്നത് കൊണ്ട് അവർ മോശയുടെ മുഖത്ത് മൂടുപടം ഇട്ടു എന്ന് നാം വായിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ പ്രവാചകനായിരുന്ന മോശ ദിവ്യപ്രകാശം പ്രതിഫലിപ്പിക്കുക മാത്രമാണ് ചെയ്തത് എന്നും ദൈവപുത്രനായ യേശു സൂര്യശോഭയോടെ ദിവ്യപ്രകാശം പ്രസരിപ്പിച്ചതിൽ നിന്ന് മോശ പ്രതിഫലിപ്പിച്ച പ്രകാശത്തിന്റെ ഉറവിടം കർത്താവ് ആണെന്നും യേശു കർത്താവ് ദൈവ തേജസ്സിന്റെ പ്രഭ ആണെന്നും ഈ സംഭവം വ്യക്തമാക്കുന്നു. മോശയുടെ മുഖ തേജസ്സിനേക്കാൾ യേശുക്രിസ്തുവിന്റെ മുഖത്തുള്ള അതിമഹത്തായ ദൈവ തേജസ് മനുഷ്യരിലെ പാപമെന്ന അന്ധകാരത്തെ ഇല്ലാതാക്കുന്ന നിത്യസുവിശേഷത്തിന്റെ പരിജ്ഞാനത്തെ പ്രതിനിധീകരിക്കുന്നു എന്ന് 2 കൊരിന്ത്യർ 3-ാം അധ്യായം 7 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിലും 2 കൊരിന്ത്യർ 4-ാം അധ്യായം 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിലും പൗലോസ് അപ്പസ്തോലൻ വ്യക്തമാക്കുന്നു. കർത്താവിന്റെ വസ്ത്രങ്ങൾ വെളിച്ചം പോലെ വെള്ളയായതായി എന്ന് 2-ാം വാക്യത്തിൽ പറയുന്നത് മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 3-ാം വാക്യം കൂടെ ചേർത്ത് പഠിച്ചാൽ ഭൂമിയിലെ ഒരു അലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയാത്ത വിധം അവ തിളക്കമുള്ളതും അത്യന്തം വെളുത്തതുമായിരുന്നു എന്ന് മർക്കോസ് വ്യക്തമാക്കുന്നതായി കാണാം. ക്രിസ്തു തന്റെ സ്വർഗീയ മഹത്വത്തിന്റെ ഒരു ചെറിയ ദർശനം ഈ നിലയിൽ രൂപാന്തരപ്പെട്ടതിന്റെ ഉദ്ദേശം തന്റെ ഏറ്റവും അടുത്ത ശിഷ്യന്മാർക്ക് കർത്താവ് ആരാണെന്ന് കൂടുതൽ മനസ്സിലാക്കുക എന്നതായിരുന്നു. ശിഷ്യന്മാർക്ക് തന്റെ മഹത്വത്തിൽ അവനെ കാണുവാൻ കഴിയേണ്ടതിന് ക്രിസ്തുവിന്റെ രൂപത്തിൽ ഭയഭക്തി ജനകമാം വിധം ദൈവ തേജസ്സിന്റെ ദർശനം നൽകുന്ന
ഒരു മാറ്റത്തിന് വിധേയമായി. മനുഷ്യ ശരീരത്തിൽ മാത്രം അവനെ അറിഞ്ഞിരിക്കുന്ന ശിഷ്യന്മാർക്ക് ഇപ്പോൾ ക്രിസ്തുയേശുവിന്റെ ദൈവത്വത്തെ കുറിച്ച് കൂടുതൽ വലിയ തിരിച്ചറിവ് ലഭിച്ചു. കർത്താവ് പ്രവചിച്ച തന്റെ മരണത്തെക്കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്ത കേട്ടതിന് ശേഷം അവർക്ക് തങ്ങളുടെ വിശ്വാസം ദൃഢമാകേണ്ടതിന് ആവശ്യമായ ഉറപ്പ് ഈ അനുഭവം നൽകി എന്ന് മനസ്സിലാക്കാം. മത്തായി 17-ാം അധ്യായം 3-ാം വാക്യത്തിൽ മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു എന്ന് നാം വായിക്കുന്നു. മോശയുടെയും ഏലിയാവിന്റെയും പ്രത്യക്ഷത ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെയും പ്രതിനിധാനം ചെയ്തു. മോശ മുഖാന്തരമാണ് ഇസ്രയേൽ ജനത്തിന് ദൈവം ന്യായപ്രമാണം നൽകിയത്. തുടർന്ന് വന്ന പ്രവാചകന്മാരിലും ശ്രേഷ്ഠനായിരുന്നു ഏലിയ. കൂടാതെ പിന്നീട് സീനായി പർവ്വതത്തിൽ ഈ രണ്ട് വ്യക്തികളും ദൈവവുമായി ഇടപഴകി എന്നത് പുറപ്പാട് പുസ്തകം 24-ാം അധ്യായം 15-16 വാക്യങ്ങളിലും 1 രാജാക്കന്മാർ 19-ാം അധ്യായം 8-ാം വാക്യങ്ങളിലും നാം വായിക്കുന്നു. ദൈവപുത്രൻ എന്ന നിലയിൽ ഇരുവരെയും മുകളിലായ യേശുക്രിസ്തുവിനോട് അവർ സംസാരിക്കുന്നത് രണ്ടുപേരെയും വ്യക്തിപരമായി യേശുവിന് അറിയാമെന്നും ഹോരേബ് അഥവാ സീനായി മലയിൽ ദൈവത്തോട് സംസാരിച്ചത് ഇവിടെ താബോരിൽ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു എന്നത് സൂചിപ്പിക്കുന്നു. ന്യായപ്രമാണവും മശിഹായെക്കുറിച്ചുള്ള പ്രവചനങ്ങളും നിറവേറ്റാനാണ് താൻ വന്നത് എന്ന് മത്തായി 5-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങളിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത് ലൂക്കോസ് 9-ാം അധ്യായം 39-ാം വാക്യവും ചേർത്ത് വായിച്ചാൽ ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെയും നിവൃത്തിയാക്കുന്ന പ്രവൃത്തിയായ യെരുശലേമിൽ പ്രാപിക്കുവാനുള്ള തന്റെ നിര്യാണത്തെക്കുറിച്ച് അവർ മൂവരും സംസാരിച്ചു എന്ന് ഭൂമിയിലെ യേശുവിന്റെ ദൗത്യം പൂർത്തീകരിക്കുന്നതിനുള്ള ദൈവിക പദ്ധതികളെക്കുറിച്ച് മോശയും ഏലിയായും ബോധവാന്മാരാണെന്നതും ഈ സംഭാഷണം കാണിക്കുന്നു. 4-ാം വാക്യത്തിൽ പത്രോസ് യേശുവിനോട് പറയുന്നത്, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നന്നായിരിക്കുന്നു. നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ ഇവിടെ 3 കുടിലുകൾ ഉണ്ടാക്കാം. ഒന്ന് നിനക്കായി, ഒന്ന് മോശയ്ക്കായി, ഒന്ന് ഏലിയാവിനായി. പത്രോസ് അർത്ഥമാക്കുന്നത് കർത്താവും മോശയും ഏലിയായുമായി ഈ മലയിൽ കഴിയുന്നത് കഷ്ടപ്പാടും ദുരിതവും മാത്രമുള്ള ജനക്കൂട്ടത്തിന്റെ ഇടയിൽ ആയിരിക്കുന്നതിനേക്കാൾ നല്ലതാണ് എന്നാണ്. അല്ലെങ്കിൽ യെരുശലേമിൽ പോയി അവിടെ പീഡകളേറ്റ് മരിക്കുന്നതിനേക്കാൾ ഇവിടെ ആയിരിക്കുന്നതാണ് നല്ലത് എന്നാണ്. പത്രോസ് ഈ പ്രത്യക്ഷതയുടെ ഉദ്ദേശം അറിയാതെ തെറ്റിദ്ധരിച്ച മനുഷ്യനെ പോലെ സംസാരിച്ചു എന്ന് നാം കാണുന്നു. 5-ാം വാക്യത്തിൽ പത്രോസ് സംസാരിക്കുമ്പോൾ ഒരു പ്രകാശമുള്ള മേഘം അവരുടെ മേൽ നിഴലിട്ടു. മേഘത്തിൽ നിന്ന്, ഇവൻ എന്റെ പ്രിയപുത്രനാകുന്നു, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പിൻ എന്ന് ദൈവത്തിന്റെ ശബ്ദം കേട്ടു എന്ന് നാം വായിക്കുന്നു. പ്രതീകാത്മകമായി മോശയുടെയും ഏലിയാവിന്റെയും പ്രത്യക്ഷത ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെയും പ്രതിനിധാനം ചെയ്ത അതേ സ്ഥലത്ത് സ്വർഗത്തിൽ നിന്നുള്ള ദൈവത്തിന്റെ ശബ്ദം യേശുവിനെ ചെവി കൊടുപ്പിൻ, അതായത് യേശുവിനെ അനുസരിക്കുക എന്ന ദൈവകൽപ്പന, ന്യായപ്രമാണവും പ്രവാചകന്മാരും യേശുവിന് വഴിമാറണമെന്ന് വ്യക്തമായി കാണിച്ചു തന്നതായി മനസ്സിലാക്കാം. മാറ്റമില്ലാത്ത ജീവന്റെ പുതു മാർഗമായിരിക്കുന്ന കർത്താവ് പഴയതിനെ മാറ്റി സ്ഥാപിക്കുന്നു എന്നും കർത്താവ് ന്യായപ്രമാണത്തിന്റെയും പഴയ നിയമ എണ്ണമറ്റ പ്രവചനങ്ങളുടെയും പൂർത്തീകരണമാണ് എന്നും ഈ വേദഭാഗം വ്യക്തമാക്കുന്നു. ആ ദിവസം പർവ്വതത്തിൽ സംഭവിച്ചത് ശിഷ്യന്മാർ ഒരിക്കലും മറന്നില്ല എന്നത് ശിഷ്യന്മാരുടെ എഴുത്തുകൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ സംഭവത്തിന് സാക്ഷ്യം വഹിച്ച യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു എന്ന് യോഹന്നാൻ 1:14 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പത്രോസ് അപ്പസ്തോലൻ ഇതിനെക്കുറിച്ച് എഴുതിയത്, ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവന്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സിങ്കൽ നിന്ന് വന്നപ്പോൾ പിതാവായ ദൈവത്താൽ അവന് മാനവും തേജസ്സും ലഭിച്ചു. ഞങ്ങൾ അവനോടുകൂടെ വിശുദ്ധ പർവ്വതത്തിൽ ഇരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും ഈ ശബ്ദം ഉണ്ടായത് കേട്ടു എന്ന് 2 പത്രോസ് 1:16-18 വാക്യങ്ങളിൽ നാം വായിക്കുന്നു. ശിഷ്യന്മാർ ഈ ശബ്ദം കേട്ടു ഏറ്റവും ഭയപ്പെട്ട് കവിണു വീണു എന്ന് യേശു അടുത്തു ചെന്നു അവരെ തൊട്ടു, എഴുന്നേൽപ്പിൻ, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു എന്നും 6-7 വാക്യങ്ങളിൽ കാണുന്നു. സ്വർഗത്തിൽ നിന്ന് ശബ്ദം കേട്ടപ്പോൾ ശിഷ്യന്മാർ 3 പേരും ഭയന്ന് വിറച്ചു, ഉടനെ നിലത്ത് കമഴ്ന്നു വീണു എന്ന് 6-ാം വാക്യത്തിൽ പരാമർശിക്കുന്ന ദൈവത്തിന്റെ ശബ്ദത്തോടുള്ള അവരുടെ ഭയം ഹോരേബ് പർവ്വതത്തിൽ
ദൈവത്തിന്റെ ശബ്ദത്തോടുള്ള ഇസ്രായേൽ മക്കളുടെ ഭയത്തിന് സമാനമാണ്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 19-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. യോഹന്നാൻ പിന്നീട് പത്മോസിൽ തന്റെ വാർദ്ധക്യത്തിൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ തേജസ്സോടെ കണ്ടുമുട്ടിയപ്പോഴുള്ള പ്രതികരണത്തിനും ഇത് സമാനമായിരുന്നു എന്ന് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. 8-9 വാക്യങ്ങളിൽ അവർ തലപൊക്കിയാറെ യേശുവിനെ മാത്രമല്ലാതെ ആരെയും കണ്ടില്ല എന്നും അവൻ മലയിൽ നിന്ന് ഇറങ്ങുമ്പോൾ യേശു അവരോട് മനുഷ്യപുത്രൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും വരെ ഈ ദർശനം ആരോടും പറയരുത് എന്നും കൽപ്പിച്ചു. അവർ 4 പേരും ഒരുമിച്ച് മലയിറങ്ങുമ്പോൾ മനുഷ്യപുത്രനായ താൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നതുവരെ ആരോടും പറയരുത് എന്ന് യേശു അവരോട് കൽപ്പിക്കുന്നത് യഹൂദ മത നേതാക്കൾക്ക് അവൻ വാഗ്ദാനം ചെയ്ത യോനയുടെ അടയാളമായ മരിച്ചവരിൽ നിന്നുള്ള തന്റെ ഉയർത്തെഴുന്നേൽപ്പ് താൻ ദൈവപുത്രനാണെന്ന് ദൈവത്തിന്റെ ആത്മാവിനാൽ ശക്തിയോടെ നിർണയിക്കപ്പെടുന്ന തെളിവായിരിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് പർവ്വതത്തിലെ തന്റെ മഹത്വപൂർണമായ പ്രത്യക്ഷതയുടെ വാർത്ത ആ സംഭവത്തെക്കുറിച്ച് ആരോടും പറയരുത് എന്ന് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാം.